Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. 2026 ഫോർമുല 1 ഗൾഫ് എയർ ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾക്ക് മലേഷ്യ വേദിയാകും. പ്രാദേശികമായ വെല്ലുവിളികളെ തുടർന്ന് ഒക്ടോബർ 2 മുതൽ 4 വരെ മലേഷ്യയിലെ പ്രശസ്തമായ സെപാങ് ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് മത്സരം നടക്കുക എന്ന് ഫോർമുല 1ഉം FIAയും സ്ഥിരീകരിച്ചു. ബഹ്റൈൻ മലേഷ്യൻ ഭരണാധികാരികളുടെ പിന്തുണയോടെയാണ് ഈ നീക്കം. അസർബൈജാൻ സിംഗപ്പൂർ ഗ്രാൻഡ് പ്രീകൾക്ക് ഇടയിലാകും ഈ മത്സരം നടക്കുക. 2017 ശേഷം ആദ്യമായാണ് സെപാങ് സർക്യൂട്ടിലേക്ക് ഫോർമുല 1 തിരിച്ചെത്തുന്നത്. ബഹ്റിനും മലേഷ്യയും തമ്മിലുള്ള വ്യോമബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്വാലാലംപൂരിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാനൊരുങ്ങി ഗൾഫ് എയർ. 2026 ഫോർമുല 1 ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾക്കെത്തുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ യാത്രാനുഭവം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2004 മുതൽ ഫോർമുല 1ന്റെ പ്രധാന ടൈറ്റിൽ സ്പോൺസറായ ഗൾഫ് എയർ ബഹ്റൈന്റെ അതിഥി സൽക്കാര മഹിമ മലേഷ്യയിൽ എത്തിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് വ്യക്തമാക്കി. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലവ് ആൻഡ് ലോയൽറ്റി എന്ന പേരിൽ പുതിയ ദേശീയ പദ്ധതിക്ക് തുടക്കമിട്ടു. കുട്ടികൾക്കായി രാജ്യസ്നേഹം പ്രമേയമാക്കിയുള്ള ചിത്രരചനാ മത്സരവും ഹിസ് മജസ്റ്റി ഹമ്മദ് രാജാവിന് സ്നേഹവും കൂറും അറിയിച്ചുകൊണ്ട് സന്ദേശങ്ങൾ എഴുതാനുള്ള അവസരവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കായി പ്ലെഡ്ജ് ഓഫ് ലോയൽറ്റി ഒപ്പുവെക്കാനും സ്മരണിക പുസ്തകത്തിൽ നന്ദി സന്ദേശങ്ങൾ കുറിക്കാനും ഫൗണ്ടേഷൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലെ ഭക്ഷ്യവസ്തുക്കളുടെ പ്രതിദിന വിലവിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് താരതമ്യം ചെയ്യാനായി പുതിയ വെബ്സൈറ്റ് ആരംഭിക്കാൻ ബഹ്റൈൻ വ്യവസായ വാണിജ്യ മന്ത്രാലയം ഒരുങ്ങുന്നു. ആദ്യഘട്ടത്തിൽ നികുതിയില്ലാത്ത 30 അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വിലവിവരങ്ങളാണ് ലഭ്യമാക്കുക. വ്യാപാരികൾ ദിവസവും തങ്ങളുടെ വിലവിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം. വ്യാപാരികൾ തമ്മിലുള്ള അനാവശ്യ വിലവർദ്ധനവ് തടയാനും കൃത്യമായ വില നിലവാരം ഉറപ്പാക്കാനും ഇത് സഹായിക്കും. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും കുടുംബങ്ങൾക്കും വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ബഹ്റൈനി ടച്ച് പ്രദർശനം ആരംഭിച്ചു. ക്യാപിറ്റൽ മാളിൽ സാമൂഹിക വികസന മന്ത്രാലയ അണ്ടർ സെക്രട്ടറി സിയാദ് ആദിൽ ദർവീഷ് ഉദ്ഘാടനം നിർവഹിച്ച പ്രദർശനം ജൂലൈ 30 വരെ നീണ്ടുനിൽക്കും. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത കരകൗശല വസ്തുക്കൾ, തത്സമയ പ്രദർശനങ്ങൾ എന്നിവയാണ് മേളയിലെ പ്രധാന ആകർഷണം. സന്ദർശകർക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാനും സൗകര്യമുണ്ട്. വീടുകൾക്ക് മുന്നിൽ ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്നവർ അവ പൂർണ്ണമായും സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെ നിലനിർത്തണമെന്ന് മുഹറഖ് നഗരസഭ നിർദ്ദേശിച്ചു. ചെടികളും പാത്രങ്ങളും കാൽനടപ്പാതകളിലേക്കോ പൊതുവഴികളിലേക്കോ കയറ്റിവയ്ക്കുന്നത് കുറ്റകരമാണ്. ഡ്രൈവർമാരുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ട്രാഫിക് ബോർഡുകൾ മറയ്ക്കുന്ന രീതിയിലോ ചെടികൾ വളർത്തരുത്. പൊതുവഴികളുടെ സുരക്ഷിതത്വവും ശുചിത്വവും ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ബഹ്റിൻ പോളിടെക്നിക്കിന് കീഴിൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോളേജ് ആരംഭിക്കാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ സർവീസ് കമ്മിറ്റി അംഗീകാരം നൽകി. ആരോഗ്യമേഖലയിൽ സ്വദേശി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമാണ് ഈ നടപടി. നിലവിലെ നഴ്സിംഗ് പഠന പരിപാടികളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ഉയർന്ന ബിരുദ പഠനങ്ങൾ ആരംഭിക്കണമെന്നും ബഹ്റിൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി സൊസൈറ്റിയും ആവശ്യപ്പെട്ടു. കാലാവധി കഴിഞ്ഞ ശുചീകരണ ഉൽപ്പന്നങ്ങളുടെ എക്സ്പയറി തീയതി മായ്ച്ചു കളഞ്ഞ് വീണ്ടും വിൽപ്പനയ്ക്ക് എത്തിക്കാൻ ശ്രമിച്ച കേസിൽ 2 ഏഷ്യൻ പൗരന്മാരെ ക്രിമിനൽ കോടതിയിലേക്ക് അയച്ചു. പ്രമുഖ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനും വിതരണ കമ്പനിയിലെ ജീവനക്കാരനും ചേർന്ന് നടത്തിയ തട്ടിപ്പ് CCTV ദൃശ്യങ്ങളിലൂടെയാണ് പുറത്തുവന്നത്. ഫോറൻസിക് പരിശോധനയിൽ തട്ടിപ്പ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതികളെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതികൾക്ക് കോടതി സമൻസുകൾ ലഭിക്കുന്നത് തടയാനായി ഇലക്ട്രോണിക് കോടതി രേഖകളിൽ വ്യാജ ഫോൺ നമ്പറുകളും വിലാസങ്ങളും നൽകിയ കേസിൽ വ്യവസായിക്കും റിട്ടയർ ചെയ്ത വ്യക്തിക്കുമെതിരെ വിചാരണ ആരംഭിച്ചു. 12 പ്രതികളുടെ വിവരങ്ങളിലാണ് ഇരുവരും ചേർന്ന് തിരിമറി നടത്തിയത്. 1ാം ഹൈക്രിമിനൽ കോടതിയിലാണ് വിചാരണാ നടപടികൾ പുരോഗമിക്കുന്നത്. നീതിന്യായ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സിസ്റ്റത്തിലാണ് ഇവർ തിരിമറി നടത്തിയത്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട,
ലുലു മണി. ഇന്നത്തെ സ്വർണ്ണനിരക്ക് വിസ്ഡം വിമൺ ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിച്ച വനിതാ സംഗമം ശ്രദ്ധേയമായി. കുടുംബിനികൾ ഖുറാനിൻ തണലിൽ എന്ന ശീർഷകത്തിൽ ഹൂറ റയാൻ മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ പഠന ക്ലാസുകൾ നടന്നു. ഖുറാൻ പഠനാനുഭവങ്ങൾ പങ്കുവച്ച ചടങ്ങിൽ പഠന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ധാരാളം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ബഹ്റിനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. രാജേഷ് നമ്പ്യാർ, അജിത് നായർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഉമ്മുൽ ഹസമിൽ നടന്ന ചടങ്ങിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മുതിർന്ന അംഗങ്ങളായ ശ്രീധരനും വാണി ശ്രീധരനും രക്ഷാധികാരി ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ചടങ്ങിൽ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. മികച്ച പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തക സമിതി അംഗം മണിലാലിനെ PPA സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡും വിവിധ മത്സര വിജയികൾക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ബഹ്റിനിലെ കൊല്ലം പ്രവാസികളുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ 2026-2028 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതി സ്ഥാനാരോഹണം ചെയ്തു. KCA ഹാളിൽ KPA ഫെസ്റ്റ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച വിപുലമായ ചടങ്ങിൽ മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിക്കുകയും സംഘടനയുടെ വിളക്കുമരം 2026 സുവനീർ പ്രകാശനം ചെയ്യുകയും ചെയ്തു. പ്രസിഡന്റ് അനോജ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതം ആശംസിച്ചു. ബഹ്റൈൻ കേരള സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ മുൻ ചെയർമാനും KPA രക്ഷാധികാരിയുമായ പ്രിൻസ് നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. 2 വർഷത്തെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ വിളക്കുമരം 2026 സുവനീർ എഡിറ്റർ സലീം തയ്യിലും എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളും ചേർന്ന് KPAയുടെ മുതിർന്ന അംഗം വഹീം വാവ കുഞ്ഞിന് നൽകി പ്രകാശനം ചെയ്തു. പുതുതായി ചുമതലയേറ്റ KPA പ്രസിഡന്റ് നിസാർ കൊല്ലം മറുപടി പ്രസംഗം നടത്തുകയും ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം KPAയുടെ കലാസാംസ്കാരിക വിഭാഗങ്ങളായ KPA സിംഫണി, പ്രവാസി ശ്രീ സൃഷ്ടി, ചിൽഡ്രൻസ് പാർലമെന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന സംഗീത നൃത്ത പരിപാടികൾ അരങ്ങേറി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.